ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നതേ ഞാൻ ക്ലാസ്സിൽ പോകാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ് കേട്ടോ. രാവിലെ തന്നെ ഒരുങ്ങി റെഡിയായി. അയ്യോ, ഇച്ചിരി സിന്ദൂരത്തിൻ്റെ ഇതവിടെ പറ്റി. അപ്പോൾ അതേ കുഞ്ഞാപ്പീനെ ഒരുക്കി നിർത്തിയിട്ടുണ്ട്. കുഞ്ഞാപ്പീനെ ചേട്ടാടെ അടുത്ത് കൊണ്ടുപോയി വിട്ടിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം കുറേ നാളുകൾക്ക് ശേഷം ഞാനതാ പഠനത്തിലോട്ട് കിടക്കുന്നു. അപ്പോൾ ബാഗൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ചോറൊക്കെ കൊണ്ടുപോകണം കേട്ടോ. ഉച്ചവരെ ഉണ്ട് ക്ലാസ്. ഉച്ചവരെ പോട്ടെ, വൈകുന്നേരം വരെ ഉണ്ട് ക്ലാസ്. കുട എടുത്ത് വെച്ചോ? കുട എടുത്ത് വെച്ചു. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. അപ്പോൾ ദേ പോവുകയാണ് കേട്ടോ. അപ്പം നല്ലൊരു ദിവസമായിരിക്കട്ടെ. ഇനി കോളേജ് ചെല്ലുമ്പോൾ വിശേഷങ്ങൾ ഇത് കഴിയുമ്പോൾ കാണിക്കാം കേട്ടോ. ഓക്കേ, ഞങ്ങൾ പോകാൻ ഇറങ്ങിയിട്ടോ. വീട്ടിൽ കണ്ണാടിയില്ല കഴിച്ചത്, അതുകൊണ്ട് മുഖത്തൊക്കെ എന്തെങ്കിലുമൊക്കെ കൂടുതലാണോന്നോ പൗഡറൊക്കെ കൂടുതലാണോന്നോ ഒന്നും അറിയത്തില്ല. അലമാരിയുടെ കണ്ണാടി നോക്കിയിട്ടുണ്ട്, ഇരുട്ടാണേ കാണത്തില്ല. അപ്പോൾ ദേ ഞങ്ങൾ പോകാൻ ഇറങ്ങി. വേറെന്താ പറയാനുള്ളത്? വേറൊന്നുമില്ല പറയാൻ. അപ്പം കുഞ്ഞിനെ പിരിഞ്ഞ് ഞാനതാ വൈകുന്നേരം വരെ ഇരിക്കാൻ പോകുന്നു. പക്ഷേ ഇവൾ സ്കൂളിൽ പോകുമ്പോൾ എനിക്ക് അത്ര ടെൻഷനില്ല കേട്ടോ. പിന്നെ ചേട്ടായുടെ കൂടെ ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അല്ലാതെ എനിക്ക് ഭയങ്കര സങ്കടമാണേ ഇവളെ വിട്ടിരിക്കാനേ. എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഇരിക്കുന്നതല്ലേ. അപ്പോൾ ഇന്നലെയൊക്കെ ഭയങ്കര മഴയായിരുന്നേ. അപ്പം ഞങ്ങളിതേ പോകാനിറങ്ങി ബസ് സ്റ്റോപ്പിലോട്ട് നടക്കുകയാണ്. 9:30 ആകുമ്പോൾ ചെല്ലാനാണ് കേട്ടോ പറഞ്ഞത്. ഇത്രയും വർഷത്തിന് ശേഷം സ്കൂളിൽ പഠിക്കാൻ പോകാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷനുണ്ട്. അപ്പം സ്കൂളല്ല കേട്ടോ, കോളേജാണേ. പറഞ്ഞപ്പോൾ മാറിപ്പോയി. അപ്പം എന്നാണേലും പോയി നോക്കട്ടെ. ഇനി കോളേജിൽ ചെന്നിട്ടുള്ള വിശേഷങ്ങൾ കഴിയുമ്പോൾ എടുക്കാം കേട്ടോ. അപ്പം ഞങ്ങൾ ഫോണിൽ കൂടെ മാത്രം പരിചയമുള്ള ഞങ്ങളുടെ കൂട്ടുകാരൊക്കെ ഇന്ന് പരസ്പരം കാണാൻ പോവുകയാണ്. അപ്പം അത്രയേ ഉള്ളൂ. ഞാനിനി പോട്ടെ കേട്ടോ. ഓക്കോ ഞാൻ അവിടെ തരുന്നോളാം. ഇത് വേണ്ടേ? ചോറ് വേണ്ടേ? ചോറ് വേണ്ടേ? ആദ്യത്തെ തവണ തോറ്റു പോയേ കേട്ടിട്ടില്ലേ? എന്റെ കെട്ടിയതല്ലേ ആ കൊച്ചിനോട് പറഞ്ഞു വിട്ടു, മോനെ അമ്മ പരീക്ഷയിൽ തോറ്റു പോയി. അപ്പോൾ ഈ വീഡിയോ എന്നാന്ന് വെച്ചാൽ ഞങ്ങൾ കോളേജിൻ്റെ പുറത്തോട്ട് ഒന്ന് ഇറങ്ങിയതാണ് കേട്ടോ. മിസ്സ് വരാൻ കുറച്ച് ലേറ്റ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങളൊന്ന് പുറത്തോട്ട് ഇറങ്ങിയതാണ് ഈ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് വീഡിയോ ഒക്കെ ഇങ്ങനെ എടുത്തു. അപ്പോൾ കോളേജിലൊക്കെ പോയിട്ട് വന്നതിൻ്റെ ക്ഷീണമായിട്ട് ഗൈസ് എനിക്ക് ഇനി എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതിയെന്നേ ഉള്ളൂ. പക്ഷേ അങ്ങനെ കിടക്കാൻ പറ്റത്തില്ല. ഹോംവർക്ക് തന്നിട്ടുണ്ട്, ഹോംവർക്കൊക്കെ ചെയ്യണം. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് വേണം കിടക്കാൻ. ഇവിടെ നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്. അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പം ഇന്നും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊക്കെ കമൻറ്റൊക്കെ ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ട് വേണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ കയറി പോകാൻ പറ്റത്തുള്ളൂ. അപ്പം നിങ്ങളിലാണ് ഇരിക്കണേ. എന്തൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ പോയപ്പോൾ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഒക്കെ എടുക്കണം എന്നോർത്ത് ഞാൻ പോയതാണ്. പക്ഷേ എനിക്ക് അതിന് നടന്നില്ല. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഫോൺ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. എല്ലാം കൂടെ കേട്ട് തല കിറങ്ങിയിരിക്കുമായിരുന്നു. അത്രയ്ക്ക് ടഫായിരുന്നു കേട്ടോ. നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്തതല്ല ഇങ്ങനെ ഇത്രയും ടഫായിരിക്കുമെന്ന്. എനിക്കാണെങ്കിൽ കുരു വന്നിട്ടൊരു രക്ഷയില്ല മുഖത്ത്. കഴിഞ്ഞ ദിവസം മൂക്കിലായിരുന്നു. ആ മൂക്കിലെ കുരു മാറിയപ്പോഴത്തേനും ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നു. എന്തൊരവസ്ഥയാണ് എന്ത്. നല്ല വേദനയാണ് കേട്ടോ. ഒരാൾ മുഖത്തൊക്കെ പേപ്പറൊക്കെ എടുത്ത് ഒട്ടിക്കുന്നുണ്ട്. എന്തോ വീഡിയോയ്ക്കകത്ത് കണ്ടിട്ട് കാണിക്കുന്നതാണ് കേട്ടോ. ഇവിടെയെല്ലാം അങ്ങനെ വീഡിയോയ്ക്കകത്ത് കണ്ടിട്ട് ഇങ്ങനെ കാണിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അല്ലേ പൊന്നായി? ഇതാ എവിടെ കണ്ടതാ? എവിടെയോ കണ്ടതാണ് കേട്ടോ അത്. അപ്പം അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ചോറൊക്കെ ഉണ്ടിട്ട് കിടക്കും. അയ്യേ വൃത്തികേട്. അപ്പോൾ ഓക്കെ.